മലയാളത്തിന്റെ ഭാവഗായകൻ പി ജയചന്ദ്രൻ ഇനി ഓർമ്മ. ക്യാൻസർ ബാധിതനായി ചികിത്സയിലിരിക്കെ തൃശൂർ അമല ആശുപത്രിയിലായിരുന്നു അന്ത്യം. അമല ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം 8 മണിയോടെ പൂങ്കുന്നത്തെ വീട്ടിലേക്ക് കൊണ്ടുപോകും. 10 മണിക്ക് സംഗീത നാടക അക്കാദമിയുടെ റീജിയണൽ തിയേറ്ററിൽ പൊതുദർശനം. ഉച്ചയ്ക്ക് 12 മണിയോടെ സംഗീത നാടക അക്കാദമിയിൽ പൊതുദർശനം പൂർത്തിയാക്കി മൃതദേഹം പൂങ്കുന്നത്തെ വീട്ടിലെത്തിക്കും. സച്ചിൻ വള്ളിക്കാട് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സച്ചിൻ, വളരെ ഞെട്ടലോടെയായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മളിലേക്ക് ഈ വാർത്ത എത്തിയത്. ഒരുപക്ഷെ സംഗീതത്തെ ഇത്രയേറെ സ്നേഹിച്ച മറ്റൊരു വ്യക്തി ഉണ്ടാവില്ല. ഇന്നലെ അനുശോചനം രേഖപ്പെടുത്താൻ എത്തിയവരെല്ലാം തന്നെ അതുതന്നെയായിരുന്നു പറഞ്ഞത്. ഭാവഗായകൻ എന്ന അദ്ദേഹത്തിന്റെ വിശേഷണത്തെ അത്രയേറെ അർത്ഥവത്താക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രകടനങ്ങളും സംഗീത ലോകത്തേക്കുള്ള അദ്ദേഹത്തിന്റെ സംഭാവനകളും. ആര്യ, സംഗീത ലോകത്ത് വിസ്മയം തീർത്ത പി ജയചന്ദ്രൻ വിടവാങ്ങിയിരിക്കുകയാണ്. ഇന്നലെ വൈകിട്ട് 7:54 കൂടിയാണ് പി ജയചന്ദ്രൻ വിടവാങ്ങിയത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന തൃശ്ശൂർ അമല ആശുപത്രിയിലാണ് പി ജയചന്ദ്രൻ്റെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ 8 മണിയോടുകൂടി മൃതദേഹം അമല ആശുപത്രിയിലെ മോർച്ചറിയിൽ നിന്നും തൃശ്ശൂരിലെ പൂങ്കുന്നത്തെ പി ജയചന്ദ്രൻ്റെ വസതിയിലേക്ക് മൃതദേഹം എത്തിക്കും. 8 മണി മുതൽ 10 മണി വരെയാണ് പൂങ്കുന്നത്തെ വീട്ടിൽ മൃതദേഹം പൊതുദർശനത്തിന് വെക്കുക. അതിനുശേഷം തൃശ്ശൂർ സംഗീത നാടക അക്കാദമിയിലെ ഹാളിൽ മൃതദേഹം പൊതുദർശനത്തിന് വെക്കും. റീജിയണൽ തിയേറ്ററിൽ മൃതദേഹം 12:30 വരെയാണ് പൊതുദർശനത്തിന് വെക്കുക. അതിനുശേഷം വീണ്ടും തൃശ്ശൂർ പൂങ്കുന്നത്തെ വീട്ടിലേക്ക് മൃതദേഹം എത്തിക്കും. ഇന്ന് മൃതദേഹം മുഴുവൻ സമയവും തൃശ്ശൂർ പൂങ്കുന്നത്തെ വീട്ടിലാണ് സൂക്ഷിക്കുക. അതിനുശേഷം നാളെ എറണാകുളം പറവൂരിലെ തറവാട്ട് വീട്ടിലാണ് സംസ്കാരം നടക്കുക. നിരവധി പ്രമുഖരാണ് സംഗീത ലോകത്തെ വിസ്മയം തീർത്ത പി ജയചന്ദ്രന് അനുശോചനം അറിയിച്ചുകൊണ്ട് എത്തിയിരിക്കുന്നത്. ഇന്നലെ തന്നെ, അതായത് അമല ആശുപത്രിയിലെത്തി തൃശ്ശൂരിലെ MLA അതേപോലെ തന്നെ സാഹിത്യ ലോകത്തെ പ്രമുഖരടക്കം അമല ആശുപത്രിയിലെത്തി അനുശോചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. നിരവധി സംഗീതത്തെയും അതേപോലെ തന്നെ പി ജയചന്ദ്രനെയും സ്നേഹിക്കുന്ന നിരവധി പേരാണ് ഈ അമല ആശുപത്രിയിലടക്കം ഇന്നലെ എത്തി അനുശോചനം രേഖപ്പെടുത്തിയിട്ടുള്ളത്. വലിയൊരു തീരാ നഷ്ടം തന്നെയാണ് പി ജയചന്ദ്രനിലൂടെ മലയാള സംഗീതത്തിനും സംഗീത ലോകത്തിനും ഉണ്ടായിരിക്കുന്നത്. കാരണം മലയാളത്തിൽ മാത്രമല്ല, കന്നഡ, തമിഴ്, ഹിന്ദി, തെലുങ്ക് തുടങ്ങിയ ഭാഷകളിലൊക്കെ നിരവധി ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്തിട്ടുണ്ട് പി ജയചന്ദ്രൻ. അതേപോലെ തന്നെ തമിഴ്നാട് സർക്കാരിൻ്റെ അടക്കം വലിയ രീതിയിലുള്ള അംഗീകാരങ്ങളും മലയാളത്തിനൊപ്പം പി ജയചന്ദ്രനെ തേടിയെത്തിയിരുന്നു. വലിയ രീതിയിൽ സംഗീത ലോകത്തിലെ വലിയ ഒരു മാസ്മരികത തീർത്ത വ്യക്തി കൂടിയാണ് പി ജയചന്ദ്രൻ. കുട്ടിക്കാലം മുതൽ തന്നെ കലാരംഗത്ത് സജീവമായിരുന്ന പി ജയചന്ദ്രൻ കലാരംഗത്തിനൊപ്പം കായിക രംഗത്തും സജീവമായിരുന്നു. പിന്നീടാണ് ഗാനരംഗത്തേക്ക് സജീവമാകുന്നത്. അത് യേശുദാസിനൊപ്പം ഗാനരംഗത്ത് വലിയൊരു സാന്നിധ്യം തെളിയിക്കാൻ വേണ്ടി പി ജയചന്ദ്രന് സാധിച്ചു. സംഗീത ലോകത്തിൻ്റെ വിവിധ പ്രണയമായാലും അതേപോലെ തന്നെ മറ്റ് മേഖലകളൊക്കെ കോർത്തിണക്കിക്കൊണ്ട് നിരവധി ഗാനങ്ങൾ പി ജയചന്ദ്രൻ രചിച്ചിരുന്നു. വലിയ ഒരു സിനിമാ ലോകത്ത് വലിയൊരു സാന്നിധ്യമാകാൻ പി ജയചന്ദ്രനിലൂടെ സാധിച്ചു. അത് പ്രധാനപ്പെട്ട പ്രണയവുമായി ബന്ധപ്പെട്ട ഗാനങ്ങളിലൂടെയും അതുപോലെ തന്നെ മറ്റ് ഹൃദയങ്ങൾ തൊട്ടുള്ള ജീവിതം ആസ്പദമാക്കിയുള്ള നിരവധി ഗാനങ്ങളൊക്കെ പി ജയചന്ദ്രൻ ആലപിച്ചിരുന്നു. വാർദ്ധക്യ സഹജമായതും അതേപോലെ തന്നെ അർബുദ ബാധിതയുമായി കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ചികിത്സയിലായിരുന്നു പി ജയചന്ദ്രൻ. തുടർന്ന് ഇന്നലെ വൈകിട്ടോടുകൂടെ തൃശ്ശൂരിലെ അമല ആശുപത്രിയിൽ വീണ്ടും ചികിത്സയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വലിയൊരു തീരാ നഷ്ടമായി പി ജയചന്ദ്രൻ മാറിയിരിക്കുന്നത്. നിരവധി മുഖ്യമന്ത്രി അടക്കമുള്ള നിരവധി പ്രമുഖരാണ് പി ജയചന്ദ്രന് അനുശോചനം അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. കാരണം സംഗീത ലോകത്തെ നികത്താനാവാത്ത ഒരു നഷ്ടം തന്നെയാണ് പി ജയചന്ദ്രനിലൂടെ ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യമാണ് അനുശോചിച്ച നിരവധി പ്രമുഖർ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ മറ്റ് ഈ സംഗീതത്തിനൊപ്പം കലാരംഗത്തും അതേപോലെ തന്നെ മറ്റ് മേഖലകളിലും വലിയ ഒരു സാന്നിധ്യമാകാൻ പി ജയചന്ദ്രനിലൂടെ സാധിച്ചിട്ടുണ്ട്. നിരവധി പുരസ്കാരങ്ങൾ പി ജയചന്ദ്രനെ തേടിയെത്തിയിട്ടുണ്ട്.
അതിൽ പ്രധാനപ്പെട്ടത് സംസ്ഥാന സർക്കാരിൻ്റെ 5 തവണ സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരം നേടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കൈരളി സ്വരലയുടെ പുരസ്കാരം അടക്കം 2000-ൽ പി ജയചന്ദ്രനെ തേടി എത്തിയിട്ടുണ്ട്. രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ അംഗീകാരവും പി ജയചന്ദ്രനെ തേടി എത്തി എന്നതും വലിയൊരു അംഗീകാരം കൂടിയാണ് മലയാളത്തിന് പി ജയചന്ദ്രനിലൂടെ ഉണ്ടായിട്ടുള്ളത്. അത്തരത്തിൽ സംഗീത ലോകത്തെ ഒരു നികത്താനാവാത്ത നഷ്ടമായി മാറിയിരിക്കുകയാണ് പി ജയചന്ദ്രൻ. ആര്യ, തീർച്ചയായും സച്ചിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സംഗീത ലോകത്തെ സംബന്ധിച്ച് വലിയ നഷ്ടം, തീരാ നഷ്ടമാണ്, വലിയ നികത്താൻ കഴിയാത്ത വിടവാണ്. കാരണം മലയാളത്തിന് പുറമെ മറ്റു ഭാഷകളിലും അദ്ദേഹം നൽകിയ സംഭാവനകൾ അത് എടുത്തു കാണേണ്ടത് തന്നെയാണ്. ഇനിയുള്ള കാലം അതാണ് അദ്ദേഹത്തെ ഓർക്കാനുള്ള ഏറ്റവും വലിയ മുതൽക്കൂട്ട്. തീർച്ചയായും ആര്യ, മലയാളത്തെയും അതേപോലെ തന്നെ സംഗീത ലോകത്തിനും ഏറ്റവും വലിയൊരു തീരാ നഷ്ടമായി മാറിയത് പി ജയചന്ദ്രൻ്റെ ഗാനാലാപന ശൈലിയും അതേപോലെ തന്നെ ആ യുവത്വം തുളുമ്പുന്ന ശബ്ദമാധുര്യവും തന്നെയാണ്. കാരണം പ്രായം എത്ര കൂടിയപ്പോഴും യുവത്വം തുളുമ്പുന്ന ശബ്ദമാധുര്യം മലയാളത്തെയും ലോകത്തെയും ആകെ ഞെട്ടിച്ചുകൊണ്ടുള്ള ആലാപന ശൈലിയായിരുന്നു പി ജയചന്ദ്രനിലൂടെ സംഗീത ലോകത്തിനുണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നിരവധി ഗാനങ്ങൾ പി ജയചന്ദ്രൻ 16,000-ത്തിലധികം ഗാനങ്ങളാണ് മലയാളത്തിലും അതേപോലെ തന്നെ മറ്റു ഭാഷകളിലുമായി പി ജയചന്ദ്രൻ പാടിയിട്ടുള്ളത്. അതൊക്കെ എല്ലാ മലയാളികളുടെയും അതുപോലെ തന്നെ ലോകത്തിലുള്ള എല്ലാവരുടെയും ഹൃദയത്തിൽ തൊടുന്ന രീതിയിലുള്ള വരികളായിരുന്നു. അത്രയും ശബ്ദമാധുര്യം നിറഞ്ഞ ഒരു ഗായകൻ കൂടിയായിരുന്നു പി ജയചന്ദ്രൻ. അതുതന്നെയാണ് മലയാളത്തിൻ്റെ ഭാവഗായകൻ എന്ന നാമം പി ജയചന്ദ്രനിൽ എത്തിയിരിക്കുന്നത്. അത് ഒരിക്കലും മായ്ക്കാൻ പറ്റാത്ത രീതിയിൽ മലയാളികളുടെ ഹൃദയത്തിൽ തന്നെയാണ് പതിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് മലയാളത്തിൻ്റെയും അതുപോലെ തന്നെ മറ്റു ഭാഷകളിലെയും നിരവധി പുരസ്കാരങ്ങളും പി ജയചന്ദ്രനെ തേടിയെത്തിയിട്ടുള്ളത്. മലയാളത്തിലെ ഓരോ പാട്ടുകളും എടുത്തു നോക്കിയാൽ ഓരോ വരികളിലും ഹൃദയസ്പഷ്ടമായ രീതിയിലുള്ള ആലാപന ശൈലിയിലൂടെ മനുഷ്യരുടെ ഹൃദയസ്പന്ദനമായി മാറുന്ന വരികളാണ് ഏതൊരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം പി ജയചന്ദ്രൻ എന്ന് പറയുമ്പോൾ നിരവധി ഗാനങ്ങൾ തന്നെയാണ് തുടക്കം മുതൽ ഓർമ്മ വരിക. അത് അതായത് യുവജന കലോത്സവത്തിലായിരുന്നു പി ജയചന്ദ്രൻ എന്ന പ്രതിഭയുടെ ആദ്യ ഒരു മലയാളത്തിൽ ചുവടുവെപ്പ് സാധ്യമാവുന്നത്. അതിനുശേഷം യേശുദാസിനൊപ്പം തന്നെ യുവജനോത്സവത്തിൽ തിളങ്ങിയ പി ജയചന്ദ്രൻ പിന്നീട് സംഗീത ലോകത്തും യേശുദാസിനൊപ്പം തന്നെ തിളങ്ങാൻ വേണ്ടി പി ജയചന്ദ്രന് സാധിച്ചു. അത് മലയാളത്തിലും മറ്റു ഭാഷകളിലും പി ജയചന്ദ്രൻ്റെ സാന്നിധ്യം വലിയ രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പി ജയചന്ദ്രൻ്റെ ശബ്ദമാധുര്യത്തിലൂടെ സാധിച്ചു എന്നത് തന്നെ, ലോകപ്രശസ്തി നേടിയെടുക്കാൻ വേണ്ടി പി ജയചന്ദ്രന് സാധിച്ചു എന്നത് തന്നെ വലിയ നേട്ടമായി കാണാം. ഒരിക്കലും മലയാളികളും അതുപോലെ തന്നെ ലോകത്തിലെ സംഗീതത്തെ സ്നേഹിക്കുന്ന ആരും പി ജയചന്ദ്രൻ എന്ന ഭാവഗായകനെ മറക്കില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഓരോ വരികളിലും പി ജയചന്ദ്രൻ്റെ ആ ശബ്ദമാധുര്യം തുളുമ്പുന്ന വരികൾ മലയാളികളുടെ ഹൃദയത്തിലും അതുപോലെ തന്നെ ലോകത്തിലുള്ളവരുടെ ഹൃദയത്തിലൊക്കെ പതിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു നേർസാക്ഷ്യം തന്നെയാണ് നമുക്ക് പി ജയചന്ദ്രൻ്റെ ഗാനങ്ങളിലൂടെ കാണാൻ വേണ്ടി സാധിച്ചത്. ഇന്ന് രാവിലെ 8 മണിയോടുകൂടിയാണ് പി ജയചന്ദ്രൻ്റെ മൃതദേഹം ഞാനിപ്പോൾ നിൽക്കുന്ന തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും പൂങ്കുന്നത്തെ വസതിയിലേക്ക് എത്തിക്കുക. അതിനുശേഷം പൂങ്കുന്നത്തെ വസതിയിൽ നിന്നും തൃശ്ശൂർ സംഗീത നാടക അക്കാദമിയിൽ പൊതുദർശനത്തിന് വെക്കും. അവിടെ നിരവധി പ്രമുഖർ, മന്ത്രിമാരടക്കമുള്ള കലാസാഹിത്യ രംഗത്തെ നിരവധി പ്രമുഖർ അവിടെ അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തും. അതുപോലെ തന്നെ സംഗീതത്തെ സ്നേഹിക്കുന്ന, സംഗീതത്തെ നെഞ്ചേറ്റുന്ന, പി ജയചന്ദ്രനെ നെഞ്ചേറ്റുന്ന ആസ്വാദകരെല്ലാം തന്നെ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ സംഗീത നാടക അക്കാദമിയിലും പൂങ്കുന്നത്തെ പി ജയചന്ദ്രൻ്റെ വീട്ടിലും എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. വലിയ രീതിയിലുള്ള ഒരു യാത്രയയപ്പ് നൽകാൻ തന്നെയാണ് കേരളത്തിൻ്റെ സാംസ്കാരിക ലോകം ഇപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. സംഗീത നാടക അക്കാദമിയിൽ 12:30 വരെയാണ് പി ജയചന്ദ്രൻ്റെ മൃതദേഹം പൊതുദർശനത്തിന് വെക്കുക. അതിനുശേഷം തിരികെ വീണ്ടും പൂങ്കുന്നത്തെ വീട്ടിലേക്ക് പി ജയചന്ദ്രൻ്റെ മൃതദേഹം എത്തിക്കും. അവിടെ പൊതുദർശനം തുടരും. നാളെ രാവിലെ 8
8:30 പി ജയചന്ദ്രൻ്റെ മൃതദേഹം തൃശ്ശൂർ പൂങ്കുന്നത്തെ വസതിയിൽ നിന്നും പറവൂർ പാലിയത്തെ വീട്ടിലേക്ക് എത്തിക്കുക. പാലിയത്തെ വീട്ടിൽ ഉച്ചയ്ക്ക് ശേഷം 3:30 സംസ്കാരം നടക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഔദ്യോഗിക ബഹുമതികളുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയ യാത്രയയപ്പ് ഔദ്യോഗിക ബഹുമതികളോടെ പി ജയചന്ദ്രന് നൽകും. വലിയ രീതിയിലുള്ളൊരു അനുശോചന യോഗമടക്കം അതിനുശേഷം ചേരുമെന്നാണ് ഇപ്പോൾ അറിയാൻ വേണ്ടി സാധിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതേപോലെ തന്നെ മന്ത്രിമാർ, സാംസ്കാരിക ലോകത്തെ പ്രമുഖർ, നടന്മാർ, സിനിമാ രംഗത്തെ പ്രമുഖരടക്കം അനുശോചനം പി ജയചന്ദ്രൻ്റെ നിര്യാണത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സംഗീത ലോകത്തെ വലിയ ഒരു തീരാ നഷ്ടമായാണ് പി ജയചന്ദ്രൻ്റെ വിടവാങ്ങൽ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ആര്യ. ശരി സച്ചിൻ, തുടരുക.